ഭഗവാൻ തുടരുകയാണ്. നേരത്തെ പറഞ്ഞത് തന്നെ ഒന്നും കൂടി വിസ്തരിച്ച് പറയാൻ പോവുകയാണ്. വൃത്തിയും വെടിപ്പുമുള്ള ഒരു സ്ഥലത്ത് ഇരിക്കുവാനുള്ള ഒരു പീഠം സ്ഥാപിക്കണം. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയണം. ഭഗവാൻ വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ ദേവഹൂതിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. വൃത്തിയും വെടിപ്പുമുള്ള ഒരു സ്ഥലത്ത് ഇരിക്കുവാനുള്ള ഒരു പീഠം സ്ഥാപിക്കണം. ഇതേ കാര്യം തന്നെയാണ് 6-ാം അധ്യായത്തിലെ ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനും പറഞ്ഞു കൊടുക്കുന്നത്. വൃത്തിയുള്ള സ്ഥലം വേണം തിരഞ്ഞെടുക്കാൻ. എന്താ ഈ വൃത്തിയുള്ള സ്ഥലത്തിൻ്റെ പ്രത്യേകത? നമ്മൾ പൊതുവേ ധ്യാനത്തിനിരിക്കാൻ തുടങ്ങുന്നത് കുളിച്ചിട്ടായിരിക്കും, ശരീരത്തെ വൃത്തിയാക്കി വെച്ചിട്ടായിരിക്കും. അപ്പോൾ വൃത്തിയില്ലാത്തൊരു സ്ഥലത്തിരുന്നാൽ ശരീരം വൃത്തികേടാകാനുള്ള സാധ്യതയുണ്ട്. ശരീരം വൃത്തിശൂന്യമായാൽ മനസ്സും ചിലപ്പം വൃത്തി ഇല്ലാത്തതാകാം. അതുകൊണ്ടാണ് വൃത്തിയുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കണം എന്ന് പറയുന്നത്. സ്ഥലത്തിന് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുവാനുള്ള ശക്തിയുണ്ട്. ഒരു മനോഹരമായ സ്ഥലത്ത് നമ്മൾ ചെല്ലുകയാണെങ്കിൽ ആ സ്ഥലത്തിൻ്റെ മനോഹാരിത നമ്മളുടെ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. നമ്മൾ കലുഷിതമായ ഒരു അടിപിടി കൂടുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ചെല്ലുന്നത് എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഒരു മാലിന്യ കൂമ്പാരമുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ ചെല്ലുന്നത് എന്ന് വിചാരിക്കുക. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത നമ്മുടെ മനസ്സിനെയും കലുഷിതമാക്കും. അപ്പോൾ സ്ഥലം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും. അതുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന സ്ഥലം വൃത്തിയുള്ളതായിരിക്കണം. എല്ലാ ഇന്ദ്രിയങ്ങൾക്കും തൃപ്തി ഉളവാക്കുന്ന തരത്തിൽ ഉള്ളതും ആയിരിക്കണം. ഇപ്പം നമ്മളൊരു മുറിയിലാണ് ഇരിക്കാൻ പോകുന്നത് എന്ന് വിചാരിക്കുക. ആ മുറിയിലെ നിറങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള നിറങ്ങളായിരിക്കണം. നമുക്ക് ഇഷ്ടമല്ലാത്ത നിറങ്ങളുള്ള മുറിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ പറയുകയാണ് കണ്ണടച്ചല്ലേ ഇരിക്കുന്നത്, അപ്പം ഏത് നിറമായാലും എന്താ? അങ്ങനെയല്ല, ചിലപ്പോൾ അറിയാതെ ഇടയ്ക്ക് കണ്ണ് തുറക്കാം. അങ്ങനെ തുറന്നു പോയാൽ കാണുന്ന കാഴ്ചകൾ നമ്മുടെ മനസ്സിനെ ക്ഷോഭിപ്പിക്കുന്നത് ആകരുത്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള നിറമുള്ള വസ്തുക്കളുള്ള മണമുള്ള ഒരു മുറിയിൽ വേണം പീഠം സ്ഥാപിക്കേണ്ടത്. അപ്പം വൃത്തിയും വെടിപ്പുമുള്ള ഒരു സ്ഥലത്ത് ഇരിക്കുവാനുള്ള ഒരു പീഠം സ്ഥാപിക്കണം. ഗീതയിൽ കുറച്ചുകൂടി വിസ്തരിച്ച് പറയുന്നുണ്ട്. അത് അധികം പൊക്കമുള്ള സ്ഥലവും ആകരുത്, അധികം താഴ്ചയുള്ള സ്ഥലവും ആകരുത്. അധികം താഴ്ചയുള്ള സ്ഥലത്തിരുന്നാൽ വന്നു പോകുന്നവരെല്ലാം തനിക്ക് മുകളിലാണോ എന്ന് തോന്നും. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകാം. വല്ലാതെ ഉയർത്തി കയറിയിരുന്നാൽ വരുന്നവരെല്ലാം തനിക്ക് താഴെയാണോ എന്നും തോന്നാം. അപ്പോൾ സുപ്പീരിയോറിറ്റി കോംപ്ലക്സും ഉണ്ടാകാം. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും സുപ്പീരിയോറിറ്റി കോംപ്ലക്സുകളും ഉണ്ടാകരുത്. അതായത് മനസ്സ് വലിയ കോംപ്ലക്സുകളൊന്നും ഉണ്ടാകരുത്. അല്ലെങ്കിൽ മനസ്സിൽ കോംപ്ലക്സുകളെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഇരിക്കരുത്. ഇപ്പോൾ വൃത്തിയുള്ളത് എന്ന് പറയുമ്പോൾ ഇതെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വൃത്തിയും വെടിപ്പുമുള്ള ഒരു സ്ഥലത്ത് ഇരിക്കാനുള്ള ഒരു പീഠം സ്ഥാപിക്കണം. ഇരിക്കുമ്പം സുഖം ഉള്ളതായിരിക്കണം ആ പീഠം. അതിൽ ശരീരം ഒട്ടും വളയ്ക്കാതെ നിവർന്നിരിക്കണം. കൂടുതൽ സമയമിരുന്നാലും വിഷമം തോന്നാത്ത വിധത്തിൽ സ്വയം അഭ്യസിച്ച് ശീലിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു നിലയിൽ ഇരിക്കാവുന്നതാണ്. നേരത്തെ നമ്മളോട് പറഞ്ഞു പലതരത്തിലുള്ള ആസനങ്ങളെല്ലാം അഭ്യസിച്ച് ശീലിക്കണം എന്ന്. അപ്പം അതിൽ ഏതെങ്കിലും ഒരാസനം നമുക്ക് കൂടുതൽ സൗകര്യപ്രദം ആയതായിരിക്കും. ആ ആസനത്തിൽ വേണം ഇരിക്കാൻ. ശരീരം ഒട്ടും വളയ്ക്കാതെ നിവർന്നിരിക്കണം. ശരീരം വളയ്ക്കാതെ നിവർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ നടുവ് നിവർന്നിരിക്കണം. നടുവ് നിവർന്നിരിക്കുന്നത് എന്തിനാണ് എന്ന് വെച്ചാൽ ഉറങ്ങാതിരിക്കാനാണ്. നടുവ് നിവർന്നിരുന്നാൽ നമ്മൾ ജാഗ്രതായിരിക്കും, അലേർട്ടായിരിക്കാനാണ്. ഈ ധ്യാനം നമ്മുടെ മനസ്സിനെ ബ്ലണ്ട് ആക്കുന്നതല്ല, നമ്മുടെ മനസ്സിനെ ഷാർപ്പാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ധ്യാനത്തിലിരിക്കുമ്പോൾ അലേർട്ടായിട്ടിരിക്കണം. അലേർട്ടായിട്ടിരിക്കത്തക്ക വിധത്തിൽ ശരീരത്തെ നിവർത്തണം. ഇപ്പം നടുവിനൊക്കെ പ്രയാസമുള്ളവർക്ക്
നടുവ് കൃത്യമായിട്ട് നിവർത്തിയിരിക്കാൻ ബുദ്ധിമുട്ട് വരും. അങ്ങനെയാണെങ്കിൽ അലേർട്ടാകുന്ന രീതിയിൽ ശരീരത്തിനെ ഇരുത്തുക. അതാണ് ഉദ്ദേശം. അലേർട്ടായിരിക്കണം, വാച്ച്ഫുള്ളായിരിക്കണം. അപ്പോൾ അതിന് പറ്റുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തെ നമ്മൾ ക്രമീകരിക്കണം. ഇതൊക്കെ ആർക്കറിയാം? നമുക്ക് തന്നെ അറിയുള്ളൂ. നമ്മുടെ ശരീരവുമായിട്ട് നമ്മൾ കുറച്ച് സമയം ചെലവഴിച്ചാൽ നമുക്ക് മനസ്സിലാകും അതെങ്ങനെ ഇരിക്കുമ്പോഴാണ് കൂടുതൽ ശ്രദ്ധിച്ചും ജാഗ്രതായിട്ടും ഇരിക്കുന്നത് എന്ന്. അങ്ങനെ ശരീരം ഒട്ടും വളയ്ക്കാതെ നിവർന്നിരിക്കണം. കൂടുതൽ സമയമിരുന്നാലും വിഷമം തോന്നാത്ത വിധത്തിൽ സ്വയം അഭ്യസിച്ച് ശീലിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു നിലയിൽ ഇരിക്കാവുന്നതാണ്. സ്വസ്തികം എന്ന ആസനം ഇതിന് ഏറ്റവും അനുയോജ്യമാകുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇരിക്കുന്ന പോസ്ചറാണ് സ്വസ്തികാസനം. അത് ഇതിന് ഏറ്റവും ആകുന്നു. ഇങ്ങനെ ആസനസ്ഥരായ ശേഷം നന്നായി അഭ്യസിക്കണം. ഇരുന്ന് അഭ്യസിക്കാനാണ് പൊതുവെ പറയുന്നത്. പക്ഷെ ഇരുന്ന് മാത്രമല്ല അഭ്യസിക്കാവുന്നത്. ഇരുന്ന് അഭ്യസിക്കാം, കിടന്ന് അഭ്യസിക്കാം, നടന്ന് അഭ്യസിക്കാം, നിന്നും അഭ്യസിക്കാം. കൂടുതൽ സമയം ഇരുന്നാണ് അഭ്യസിക്കുക പതിവ്. പക്ഷെ ഇരുന്ന് കുറേ നേരം അഭ്യസിച്ച് കഴിഞ്ഞാൽ ഒന്ന് നടന്ന് അഭ്യസിക്കും, നിന്ന് അഭ്യസിക്കും. ചിലർക്ക് സൗകര്യം കിടന്ന് അഭ്യസിക്കാൻ ഉറങ്ങുകയില്ല എന്നുണ്ടെങ്കിൽ ശവാസനത്തിൽ കിടന്നും ഇത് ചെയ്യാവുന്നതാണ്. ശവാസനത്തിലാവുമ്പം നടുവ് നിവർന്നാണ് ഇരിക്കുക. പക്ഷെ ശവാസനത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഉറക്കം വരുന്നില്ല എന്ന് വിചാരിക്കുക. ഉറങ്ങാതെ ശവാസനത്തിൽ കുറേ നേരം കിടക്കാൻ പറ്റും എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ശവാസനത്തിൽ കിടന്നും ഇതേ കാര്യങ്ങൾ അഭ്യസിക്കാം. ഇങ്ങനെ ആസനസ്ഥരായ ശേഷം നന്നായി അഭ്യസിക്കണം. പ്രാണായാമം പൂരകം, കുംഭകം, രേചകം എന്നിങ്ങനെ 3 വിധത്തിൽ ഉണ്ട്. ഇനി പ്രാണായാമത്തെ പറ്റി പറയാം. ആസനം പറഞ്ഞു, ഇനി പ്രാണായാമത്തെ പറ്റി പറയുകയാണ്. പ്രാണായാമം എന്ന് പറയുന്നത് പൂരകം, കുംഭകം, രേചകം എന്നിങ്ങനെ 3 വിധത്തിലുണ്ട്. പുറത്തു നിന്നും വായുവിനെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുക എന്നതാണ് പൂരകം. അകത്തു കടന്ന വായുവിനെ ഉള്ളിൽ അടക്കി നിർത്തുക എന്നത് കുംഭകം. തടഞ്ഞു നിർത്തിയ വായുവിനെ പുറത്തേക്ക് വിടുക എന്നത് രേചകം. രേചകം, കുംഭകം, പൂരകം എന്ന വിപരീത ക്രമമായാലും വിരോധമില്ല. ഇങ്ങനെ പ്രാണവായുവിനെ ക്രമാനുഗതമായി അകത്തേക്ക് പ്രവേശിപ്പിച്ച് ഉള്ളിൽ കുറച്ചു സമയം നിർത്തി പുറത്തേക്ക് വിടുന്നത് കൊണ്ട് ശ്വാസമാർഗങ്ങളെല്ലാം ശുദ്ധമാകുന്നു. അതോടെ പ്രാണനെ അവലംബിക്കുന്ന ചിത്തവും അചഞ്ചലമായി ഭവിക്കും. ഇപ്പം ഇവിടെ പൂരക കുംഭക രേചകമോ രേചക കുംഭക പൂരകമോ അഭ്യസിക്കാം. ആദ്യം ചിലർക്ക് സ്വാഭാവികമായിട്ടും ആദ്യം ശ്വാസം അകത്തേക്ക് എടുക്കാനാണ് തോന്നുക. ചിലർക്ക് സ്വാഭാവികമായിട്ടും ശ്വാസം പുറത്തേക്ക് വിടാനാണ് തോന്നുക. അങ്ങനെ ശ്വാസം പുറത്തേക്ക് വിടാനാണ് സ്വാഭാവികമായിട്ട് തോന്നുന്നതെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം രേചകം, കുംഭക, പൂരകം. സ്വാഭാവികമായിട്ടും ശ്വാസം അകത്തേക്ക് എടുക്കാനാണ് തോന്നുന്നതെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം പൂരകം, കുംഭകം, രേചകം ഇവ ചെയ്യാം. അതിൽ കുംഭകം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. ഇത് നന്നായി അറിയാവുന്ന ഒരാളുടെ അടുത്തിരുന്ന് വേണം കൂടുതൽ നേരം കുംഭകം ചെയ്യാൻ ശീലിക്കേണ്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ശ്വാസം അകത്തേക്ക് എടുത്താൽ പുറത്തേക്ക് വിട്ടാലും കുറച്ച് നേരം സ്വാഭാവികമായിട്ടും ശ്വാസം തടഞ്ഞ് നിൽക്കും. നമ്മൾ ശ്വാസം അകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ പുറത്തേക്ക് വരില്ല. ശ്വാസം അകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം അത് അകത്ത് നിശ്ചലമായി നിൽക്കും. അത് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം പുറത്ത് നിശ്ചലമായി നിൽക്കും. ആ നിശ്ചലമായി നിൽക്കുന്ന സഹജ കുംഭകം അതിനെ ശ്രദ്ധിച്ചാൽ മതിയാകുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേറെ ആരുടെയും അടുത്ത് പോയി പഠിക്കേണ്ടതായിട്ടില്ല. അതല്ല പിടിച്ചു നിർത്താനാണ് ഉദ്ദേശമെങ്കിൽ അത് നല്ലോണം പ്രാണായാമം അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് പഠിക്കണം. കാരണം കുംഭകം ചെയ്യുന്നത് തെറ്റിപ്പോയാൽ ബുദ്ധിമുട്ടുകളുണ്ടാകും.
ഇപ്പം ഈ പൂരക രേചക നമ്മൾ സാധാരണ രീതിയിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പം പൂരകവും രേചകവും കുംഭകവും ഒക്കെ ഉണ്ട് അതിൽ. നമ്മൾ ഇതുവരെ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നതാണത്. അതുകൊണ്ട് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ സഹജമായ ഗമനാഗമനങ്ങളെ ശ്രദ്ധിച്ചാൽ മതി, വന്നുപോവലുകളെ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് തന്നെ ഈ അകത്ത് കുംഭകം അന്തർകുംഭകവും പുറത്ത് ബഹിർകുംഭകവും നമുക്ക് മനസ്സിലാവും, ശ്രദ്ധിക്കാൻ സാധിക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ച് ശ്വാസോച്ഛ്വാസം ചെയ്താൽ മതി. അങ്ങനെ ശ്വാസോച്ഛ്വാസം ചെയ്താൽ എന്തൊക്കെയാ ഗുണം? ശ്വാസമാർഗങ്ങളെല്ലാം ശുദ്ധമാകും. അതോടെ പ്രാണനെ അവലംബിക്കുന്ന ചിത്തവും അചഞ്ചലമായി ഭവിക്കും. പ്രാണനെ അവലംബിക്കും ചിത്തം, ചിത്തത്തെ അവലംബിക്കും പ്രാണൻ. പ്രാണനും ചിത്തവും പരസ്പരം അവലംബിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ ശ്വാസോച്ഛ്വാസം സഹജമായി സന്തുലിതാവസ്ഥയിലേക്ക് എത്തുമ്പോൾ മനസ്സും സന്തുലിതാവസ്ഥയിലേക്ക്, നിശ്ചലാവസ്ഥയിലേക്ക് എത്തും. പ്രാണായാമത്താൽ ശ്വാസഗതിയെ നിയന്ത്രിക്കാൻ കഴിയുന്ന യോഗിയുടെ മനസ്സ് അധികം താമസിയാതെ രജോ ഗുണത്തിൻ്റെ സ്വാധീനം കൊണ്ടുണ്ടാകുന്ന ചാപല്യങ്ങളിൽ നിന്ന് വിമുക്തമാകും. മനസ്സ് വിവിധ വിഷയങ്ങളിൽ വ്യാപരിക്കുമ്പോൾ ചാഞ്ചല്യമുള്ളതായിത്തീരും. ചാഞ്ചാടും. മനസ്സ് ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്ക് ചാഞ്ചാടും. അതാണ് രജോ ഗുണം. ഈ ചാഞ്ചാട്ടമാണ്, അതോ ഇതോ എന്നുള്ള ചാഞ്ചാട്ടമാണ് രജസ്. അപ്പോൾ ശ്വാസോച്ഛ്വാസം, നമ്മുടെ പ്രാണായാമം സഹജമായി തീരുമ്പോൾ എന്ത് സംഭവിക്കും? മനസ്സിൻ്റെ ചാഞ്ചാട്ടം കുറഞ്ഞു വരും. അപ്പോൾ രജോ ഗുണത്തിൻ്റെ സ്വാധീനം കുറഞ്ഞു വരും. അതാണ് രജോ ഗുണത്തിൻ്റെ സ്വാധീനം. അപ്പം പ്രാണായാമത്താൽ ശ്വാസഗതിയെ നിയന്ത്രിക്കാൻ കഴിയുന്ന യോഗിയുടെ മനസ്സ് അധികം താമസിയാതെ രജോ ഗുണത്തിൻ്റെ സ്വാധീനം കൊണ്ടുണ്ടാകുന്ന ചാപല്യങ്ങളിൽ നിന്ന് വിമുക്തമാകും. ഈ രജോ ഗുണാധിക്യമാണ് ചാഞ്ചല്യത്തിന് കാരണം. ഇപ്പം രജോ ഗുണത്തിൽ നിന്ന് മനസ്സ് മുക്തമായാൽ മനസ്സ് ചഞ്ചലമല്ലാതായി തീരും. മനസ്സ് ചഞ്ചലമല്ലാതായി തീരുമ്പോൾ അത് നിശ്ചലമായി തുടങ്ങും. സ്വർണം തുടങ്ങിയ ലോഹങ്ങൾ തീയിലിട്ട് ഊതിപ്പഴിപ്പിക്കുമ്പോൾ അവയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കുകളെല്ലാം നശിച്ച് ശുദ്ധമാകുന്നതുപോലെ യോഗിയുടെ മനസ്സും പരിശുദ്ധമായി ഭവിക്കും. ഈ പ്രാണായാമം ചെയ്താൽ, സഹജ പ്രാണായാമം ചെയ്താൽ മനസ്സ് ശുദ്ധമായി ഭവിക്കും. ശ്വാസോച്ഛ്വാസം അതിൻ്റെ നൈസർഗിക താളത്തിൽ അകത്തേക്കും പുറത്തേക്കും വന്നും പോയും ഇരിക്കും. അങ്ങനെ ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിച്ചുമാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മുടെ ശ്രദ്ധ ശ്വാസോച്ഛ്വാസത്തിൻ്റെ പോക്കുവരവിനെ ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ആ സമയത്ത് അത് അകത്തേക്ക് വരുന്നു, നിശ്ചലമാകുന്നു, പുറത്തേക്ക് പോകുന്നു, നിശ്ചലം. അതായത് പൂരക കുംഭക രേചകങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളങ്ങനെ ഇരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? മനസ്സിൻ്റെ ചാഞ്ചാട്ടം, രജോ ഗുണം കുറയും. മനസ്സ് ചഞ്ചലമല്ലാതായി തീരും, നിശ്ചലമായി തുടങ്ങും. അപ്പോൾ സ്വർണം തുടങ്ങിയ ലോഹങ്ങൾ തീയിലിട്ട് ഊതിപ്പഴിപ്പിക്കുമ്പോൾ അവയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കുകളെല്ലാം നശിച്ച് ശുദ്ധമാകുന്നതുപോലെ മനസ്സ് പരിശുദ്ധമായി ഭവിക്കും. മനസ്സിൻ്റെ ശുദ്ധത എന്ന് പറഞ്ഞാൽ എന്താ? ചിന്തകളുടെ കുറവാണ് മനസ്സിൻ്റെ ശുദ്ധത. അപ്പോൾ മനസ്സ് പതുക്കെ നിശ്ചലമായി തുടങ്ങും. മനസ്സ് നിശ്ചലമാകും തോടും ക്ലാരിറ്റി കൂടും. മനസ്സ് ഫോക്കസ്ഡ് ആവുക മാത്രമല്ല ചെയ്യുക, ക്ലാരിറ്റിയും കൂടും. ക്ലാരിറ്റി എന്ന് പറയുന്നത് സാത്വിക ഗുണം, അത് കൂടും. ശരീരത്തിലുള്ള വാതം, പിത്തം, കഫം എന്നിവ കോപിച്ചുണ്ടാകുന്ന ദോഷങ്ങളെ പ്രാണായാമങ്ങളെ കൊണ്ട് നശിപ്പിക്കണം. അതോടെ ശരീരം രോഗവിമുക്തം ആകുന്നു. നമ്മുടെ മെഡിറ്റേഷൻ ചെയ്താൽ, നമ്മൾ അവയർനെസ് മെഡിറ്റേഷൻ മാത്രമൊന്നുമല്ല, ഏത് മെഡിറ്റേഷൻ ചെയ്താലും, ശ്വാസോച്ഛ്വാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏത് മെഡിറ്റേഷൻ ചെയ്താലും, എല്ലാ മെഡിറ്റേഷനും ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ ശ്വാസോച്ഛ്വാസവുമായി ബന്ധപ്പെടുകയും ചെയ്താൽ രോഗവിമുക്തി ഉണ്ടാകും. ക്രമേണ, ഉടനെ ഒന്നുമല്ല, പതുക്കെ.
കാരണം ശരീരത്തിൽ രോഗമുണ്ടാകുന്നത് വാതപിത്ത കഫങ്ങൾക്ക് വൈഷമ്യം വരുമ്പോഴാണ്. വാദം, പിത്തം, കഫം നമ്മുടെ ഭാരതീയ മഹർഷീശ്വരന്മാർ നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ള ആയുർവേദ ശാസ്ത്രം അനുസരിച്ച് രോഗങ്ങൾ ഉണ്ടാകുന്നത് വാദപിത്ത കഫങ്ങളുടെ അസന്തുലിതാവസ്ഥയിലാണ്. പ്രാണായാമം സഹജമായി നടക്കുമ്പോൾ വാദപിത്ത കഫങ്ങൾ സന്തുലിതാവസ്ഥയെ പ്രാപിക്കും. വാദപിത്ത കഫങ്ങൾ സന്തുലിതാവസ്ഥയെ പ്രാപിക്കുമ്പോൾ ശരീരത്തിലുള്ള രോഗങ്ങൾ കുറഞ്ഞ് ഇല്ലാതെയായി തീരും. അങ്ങനെ ശരീരം രോഗവിമുക്തം ആകുന്നു. ഈ ധ്യാനത്തിൻ്റെ മറ്റൊരു പരിണത ഫലം രോഗവിമുക്തിയാണ്. അപ്പം മോക്ഷത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഭൗതികമായ പല ഗുണങ്ങളും ഈ ധ്യാന രീതിയിൽ ഉണ്ട്. മനസ്സ് ഫോക്കസ്ഡായി ആകും, മനസ്സ് കൃത്യമായ തീരുമാനമെടുക്കാൻ സജ്ജമാകും, വേണ്ടാത്ത ചിന്തകൾ മനസ്സിനെ അലട്ടാതിരിക്കും. വേണ്ടാത്ത ചിന്തകളുടെ പുറകെ മനസ്സ് പോകാതിരുന്നാൽ നമ്മുടെ പ്രഷർ, സ്ട്രെസ്സ്, ടെൻഷൻ തുടങ്ങിയവ കുറയും. ഹൃദയം, ലിവർ, കിഡ്നി, പാൻക്രിയാസ് തുടങ്ങിയവയൊക്കെ നന്നായി പ്രവർത്തിക്കും. രോഗമുള്ളവരാണെങ്കിൽ രോഗവിമുക്തരാകാൻ സാധ്യതയുണ്ട്. രോഗമില്ലാത്തവർക്ക് രോഗമില്ലാതെ ഇരിക്കുവാനും വരാതിരിക്കുവാനും സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് നമുക്ക് ചെയ്തു നോക്കാവുന്നേ ഉള്ളൂ. 24 മിനിറ്റ് 2 നേരം ചെയ്യണം, അത്രയേ ഉള്ളൂ. എത്രയോ സമയം നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ കളയുന്നു. ആ ആവശ്യമില്ലാതെ കളയുന്ന സമയത്തിൽ 24 മിനിറ്റ് എടുത്താൽ മതിയാകും. ഇനി 24 മിനിറ്റ് ഒറ്റയടിക്ക് തുടക്കത്തിൽ പറ്റില്ല എന്നുണ്ടെങ്കിൽ 12 മിനിറ്റ് എടുത്താലും മതിയാകും. അങ്ങനെ രോഗവിമുക്തമാകും. അപ്പോൾ രോഗവിമുക്തമാകും. ശരീരം രോഗഗ്രസ്തമായാൽ മനസ്സ് ചഞ്ചലമാകും. വീണ്ടും മനസ്സിന് വൈഷമ്യം ഉണ്ടാവും. അപ്പോൾ മനസ്സ് ചഞ്ചലരഹിതമാകുക എന്ന് പറഞ്ഞാൽ ശരീരവും സ്വസ്ഥമാവുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ ശരീരം രോഗവിമുക്തം ആകുന്നു. ഇതൊക്കെ സമയമെടുക്കും. നേരത്തെ പറഞ്ഞു കുറച്ച് കാലം കൊണ്ടേ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇന്ന് ചെയ്താൽ നാളെ അനുഭവമൊന്നും ഉണ്ടാവില്ല. അതോടെ ശരീരം രോഗവിമുക്തം ആകുന്നു. ധാരണകൾ കൊണ്ട് പാപങ്ങളെ ദഹിപ്പിച്ച് കളയണം. വിഷയവാസനകളെ പ്രത്യാഹാരം കൊണ്ടും നശിപ്പിക്കണം. ഈശ്വരാരാധനയ്ക്ക് വിഘാതമായി നിൽക്കുന്ന രാഗദ്വേഷാദി വൃത്തികളെ ധ്യാനം കൊണ്ട് ദഹിപ്പിച്ചു കളയണം. ഭഗവാനെ മനസ്സിൽ ഉറപ്പിക്കുന്നത് ധാരണ. ഭഗവാനിൽ ഉറച്ചു നിൽക്കുന്ന മനസ്സിനെ അചഞ്ചലമാക്കി അവിടെ തന്നെ ഉറപ്പിക്കുന്നത് ധ്യാനം. ഏകാഗ്ര മനസ്സോടെ ഏറെക്കാലം അതേ നിലയിൽ തുടരുന്നത് സമാധി. ഈ ധാരണ, ധ്യാനം, സമാധി എന്ന് പറയുന്നത് ഏകാഗ്രമായ മനസ്സിനെ ഏകാഗ്രമായി നിർത്തുന്നതിൻ്റെ സമയ ദൈർഘ്യമാണ്. കുറച്ച് നേരമാണ് ഒരിടത്ത് മനസ്സ് ഏകാഗ്രമായി നിൽക്കുന്നതെങ്കിൽ അത് ധാരണ. ആ സമയം കുറച്ചും കൂടി കൂടുമ്പം അത് ധ്യാനം. അത് വളരെ നേരം നിൽക്കുമ്പോൾ സമാധി. അങ്ങനെ ധാരണ, ധ്യാന, സമാധികളിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. ഇതിന് നമ്മൾ പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ധാരണ ധ്യാനമാകുന്നതിനും ധ്യാനം സമാധിയാകുന്നതിനും നമ്മൾ പ്രയത്നിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന കാര്യം ചെയ്തുകൊണ്ടേയിരുന്നാൽ ക്രമേണ ധാരണ, ധ്യാന, സമാധികൾ സംഭവിക്കും. അപ്പോൾ മനസ്സ് രാഗദ്വേഷാദികളിൽ നിന്ന് വിമുക്തമാകും. ഇതൊക്കെ സാധാരണഗതിയിൽ ധ്യാനത്തിലൂടെ സംഭവിക്കുന്നതാണ്. അതിനായിട്ട് നമ്മൾ പ്രയത്നിക്കേണ്ട ആവശ്യം ഇല്ല.